ഹായ് ഹലോ. അപ്പം ഞങ്ങൾ ഇന്നൊരു സർക്കിറ്റിന് ഇറങ്ങുകയാണേ. ഇത് മീഷോയിൽ നിന്ന് മേടിച്ച ചുരിദാറായിരുന്നു. എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടമായിട്ട് മേടിച്ചാണ്. ഇട്ടപ്പോഴും നല്ല കംഫർട്ടായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഞങ്ങൾ നേരെ പോകുന്നത് കോഴിക്കോട് SM സ്ട്രീറ്റിലേക്കാണ്. ഉച്ചയ്ക്ക് 1 മണി ആയതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങുമ്പോൾ ചൂട് കാരണമാണെന്നറിയില്ല, നല്ല തിരക്ക് കുറവായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ പോയത് ഒരു പാത്രപ്പീടിയിലേക്കാണ്. ഒരു കാസ്ട്രോൾ, ഒരു അരിപ്പ, പിന്നെ ഒരു കൈപ്പാട്ട, ഇത്രയായിരുന്നു മേടിക്കാനായത്. പക്ഷെ നമ്മൾ പെണ്ണുങ്ങളുടെ സ്വഭാവം എന്താണ്, ഒരു ഷോപ്പിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഫുള്ളായിട്ടൊന്ന് റൗണ്ട് അടിച്ച് എടുത്ത സാധനങ്ങളെന്നെ വീണ്ടും വീണ്ടും എടുത്ത് നോക്കി, ഇതൊക്കെയാണ് നമ്മുടെ പരിപാടി. അങ്ങനെ നോക്കലും എടുക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് മോന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പം ഇതാണ് അവനെടുത്ത ഷർട്ട്, പിന്നെ ഒരു ബ്ലാക്ക് ജീൻസാണ് എടുത്തത്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ മയിൽപ്പീലിക്കാരനെ കണ്ടു. അപ്പോൾ ഒരു മയിൽപ്പീലിക്ക് 20 രൂപയാണ് പറഞ്ഞത്. അവൾ വില പേശി ഒരു 5 എണ്ണം 50 രൂപയ്ക്ക് മേടിച്ചെടുത്തു. പിന്നെ അവളെന്നോട് പറഞ്ഞു, ചേച്ചി കല്യാണ ബിരിയാണി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ബ്രദേഴ്സിൻ്റെ കല്യാണ ബിരിയാണീനെ കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടുണ്ട് യൂട്യൂബിൽ. അപ്പോൾ അതൊന്ന് മേടിക്കാൻ വേണ്ടിയിട്ട് പോയി. ഞങ്ങൾ പാർസലാണ് മേടിച്ചത്. നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് സാധനം കിട്ടിയത്. പിന്നെ ഞങ്ങൾ നേരെ കോവിലേക്ക് വിട്ടു. അപ്പം പോകുന്ന വഴിക്ക് കുറച്ച് കപ്പ മേടിച്ചു. പിന്നെ പാളയത്ത് വെച്ച് കുറച്ച് ഫ്രൂട്ട്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. വീഡിയോ ഒന്നും എടുക്കാനുള്ള സമയമില്ലായിരുന്നു. കരിച്ചക്കൊക്കെ ഭയങ്കര വില കേട്ടോ, 160 രൂപ. അപ്പോൾ അതൊന്നും മേടിച്ചില്ല. ഈ ഫ്രൂട്ട്സിനാണ് 200 രൂപയായി. പിന്നെ ഞങ്ങൾ മേടിച്ച ഒരു കണിവളരിയാണ്. കണിവളരിക്ക് 30 രൂപയാണ്. പിന്നെ അത് കഴിഞ്ഞു ഞങ്ങൾ ഭക്ഷണം കഴിക്കായിരുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ബ്രദേഴ്സിൻ്റെ കല്യാണ ബിരിയാണി അടിപൊളിയാണ്. അപ്പോൾ കോഴിക്കോട് വരുന്നവർ മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. അടിപൊളി ടേസ്റ്റ്.